ഗൈസ് ജിയോ ഫോട്ടോക്കിൻ്റെ പുതിയ വീട്ടിൽ എല്ലാവരും സാധനം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സിനും ചെറുതായിട്ട് പണി കിട്ടുന്നതും എന്നാൽ ഒരുപാട് ഉപകാരമുള്ളതുമായിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വേറെ പോലെ ഞാൻ പറഞ്ഞ് അധികം ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. പുതിയൊരു അപ്ഡേഷനാണ് വരുന്നത്. ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു അപ്ഡേഷൻ. അതായത് നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് വ്യൂസ് കൂട്ടിത്തരാനും എന്നാൽ ആ കൂടിയ വ്യൂസ് ചെറുതായിട്ട് നമുക്കൊരു പണി തരാനുള്ളൊരു അപ്ഡേഷൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോനകത്ത് ക്ലിക്ക് വരുന്നത് എങ്ങനെ, നമ്മുടെ വീഡിയോനകത്ത് കൂടുതൽ വ്യൂസ് വരുന്നതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അതായത് നമ്മുടെ വീഡിയോനകത്ത് കൂടുതൽ വ്യൂസ് വരുന്നത് ആദ്യം ഇംപ്രഷൻ ക്ലിക്ക് കൂടുതൽ വരണം. കാരണം നമ്മുടെ തമ്പനയിൽ ടൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പെട്ടെന്ന് നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കാർ നമ്മുടെ ആ വീഡിയോ എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ തമ്പനയിലും ടൈറ്റിൽ ഉപയോഗിച്ചാണ്. അത് കൂടുതൽ അട്രാക്റ്റീവ് ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ വീഡിയോനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ആവറേജ് വ്യൂ ഡയറക്ഷനാണ്. അതായത് ഒരാൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മനോഹരമായിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ അത് കൂടുതൽ നേരം ആൾക്കാർ വാച്ച് ചെയ്തെങ്കിലാണ് ആവറേജ് വ്യൂ ഡയറക്ഷൻ കൂടുതലുള്ളൂ. ഈ രണ്ടും കൂടുതൽ വരുന്ന വീഡിയോയ്ക്കാണ് യൂട്യൂബ് കൂടുതൽ ഇംപ്രഷൻ ആയിക്കോളൂ, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുകയുള്ളൂ. ഇതാണ് ഈ ഒരു നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ. ആ ഒരു നമ്മുടെ വീഡിയോ വൈറലാകുന്നതിൻ്റെ കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്കൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു തരുവാണ് ചെയ്യുന്നത് നമ്മുടെ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഓഡിയൻസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യേണ്ട കണ്ടന്റ് എന്താണ് എന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അനലിറ്റിക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ കുറേ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതൊരു AI ടൂൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ട് നമ്മൾ ഏത് കണ്ടന്റ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു AI ടൂൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന പോകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ആസ്ക് സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ എന്ന് വരുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോ ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതായത് നമ്മളിങ്ങനെ എഴുതി വരും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വരുന്ന സംഭവം. അപ്പോൾ അത് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിൻ്റെ ഉള്ളിൽ കണ്ടന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ വാച്ച് ചെയ്യുന്നത്. അതായത് ഒരു വീഡിയോനെ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ സമയം വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഉള്ളിൽ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കണം വാച്ച് ചെയ്യുന്നത് അല്ലേ. ആ ഒരു പറയുന്ന കാര്യങ്ങൾ അവർക്ക് നേരത്തെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ വീഡിയോ വാച്ച് ചെയ്യണമെന്നില്ല. ആൾക്കാർക്ക് മനസ്സിലാവും. അത്യാവശ്യം ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് കുറച്ച് ബെറ്ററായി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ കണ്ടന്റ് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണത്. അതായത് നമ്മളിപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ബ്രീഫ്ലി ആ ഒരു ചെറുതായിട്ട് തന്നെ അവർക്ക് ആ ഒരു ആസ്ക് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ആ ഒരു AI വെച്ചിട്ട് പെട്ടെന്ന് അവർക്കത് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് നേരത്തെ ഈ കണ്ടന്റ് ഉള്ളിൽ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സാധാരണ നമ്മളൊരു വീഡിയോ ഇംപ്രഷൻ ആ ഒരു തമ്പനയിൽ കണ്ട് ക്ലിക്ക് ചെയ്യുന്നു, വീഡിയോ മൊത്തമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് കണ്ടന്റ് ഉപകാരമുള്ളതാണോ എന്താണോ എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഇത് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ ഈ വീഡിയോ കാണാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ വീഡിയോ കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാർക്ക് യൂട്യൂബ് ഇംപ്രഷൻ അയക്കുകയല്ല, അവിടെ സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എത്ര നല്ല വീഡിയോ ആണെങ്കിലും കൂടുതൽ ആൾക്കാർ ഈ ഒരു കാര്യം പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും. അവർക്ക് ഇനിയിപ്പോൾ വീഡിയോ കാണേണ്ട കാര്യമില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് സാധ്യത. അപ്പോൾ ഒരു തരത്തിൽ നല്ലതുമാണ്, എന്നാൽ അത് ചെറിയ പണിയും കിട്ടുന്നതും കൂടെ അപ്ഡേഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ പുതിയ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.